രാത്രി 11 മണി കഴിഞ്ഞു ട്ടോ. ഞങ്ങൾ 3 പേര് വൈകുന്നേരം മുതൽ രാത്രി വരെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നിട്ടേ സമയം പോയത് അറിഞ്ഞില്ല. രാത്രി ഡിന്നറും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയത് കാക്കനാട് നമ്മുടെ എടച്ചേരിയിലുള്ള ഹർഷ് ധാബയിലാണ് ട്ടോ. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് ട്ടോ. ഇവിടെ വെജും കിട്ടും നോൺ വെജും കിട്ടും ട്ടോ. ഇവിടെ എല്ലാ നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് വടാപ്പാവ്, സമൂസ, പാനിപൂരി, ദഹിപൂരി അങ്ങനത്തെ എല്ലാ നോർത്ത് ഐറ്റംസും ഇവിടെ കിട്ടും. ഞാൻ ഇന്ന് ഓർഡർ ചെയ്തത് ചോലെ ഭട്ടൂരയാണ്. ഇവിടുത്തെ ചോലെ ഭട്ടൂരയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അവിടുത്തെ ഭട്ടൂരയ്ക്ക് നല്ല സൈസാണ് കേട്ടോ. ആ 2 ഭട്ടൂര തന്നെ കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറയും. പിന്നെ ഒരു വെള്ളം കുടിക്കാൻ പോലും സ്പേസ് ഉണ്ടാവില്ല. മോള് ഓർഡർ ചെയ്തത് പാവ് ഭാജിയാണ്. അവൾക്ക് പാവ് ഭാജി എന്ന് പറഞ്ഞ ജീവനാണ്. ഏത് നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയാലും അവൾക്ക് പാവ് ഭാജി വേണം. എത്ര പാവ് ഭാജി കൊടുത്താലും മോള് കഴിക്കും. പിന്നെ ഈ ചോലെ ഭട്ടൂരെ ഞാനും ലിമോവും ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത്. കാരണം ഞങ്ങൾക്ക് അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് കാക്കനാടുള്ള പെന്നി ഐസ്ക്രീം സെൻറ്ററിലാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് പോണ വഴി തന്നെയാണ് ഈ പെന്നി ഐസ്ക്രീം. ഞങ്ങളിവിടെ കയറിയിട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കാറുണ്ട്. ഇവിടെ 5 രൂപ മുതൽ 50, 60 രൂപ വരെയുള്ള ഐസ്ക്രീംസ് ഉണ്ട്. ഞാൻ ഓർഡർ ചെയ്തത് പിസ്തയാണ്. മോള് ഓർഡർ ചെയ്തത് ആസ് യൂഷ്വൽ ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് ഐസ്ക്രീമാണ് മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ലിമോ ഓർഡർ ചെയ്തത് മാംഗോ ആണ്. നിങ്ങളും ഇതേമാതിരി പാതിരാത്രിക്ക് പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.